രാജ്യത്തെ വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച ആശങ്കപ്പെടുത്തുന്നു. ഉത്തരവാദികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഭാവിയെയും യുവാക്കളുടെ ഭാവിയെയും രക്ഷിക്കണം. അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വം ശക്തമായിട്ടുള്ള സമരമുഖത്താണ്. ആഗസ്റ്റ് 1 ലോകഭവന് മുൻപിൽ യുവജന രോഷം അതിശക്തമായിട്ട് ആളിക്കത്തുന്ന രൂപത്തിലുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇതിനെല്ലാം യുവാക്കളുടെയും ബഹുജനങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന ഈ സമരത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെയും നല്ലവരായ ജനങ്ങളുടെയും എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുകയാണ്. എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഈ പോരാട്ടം വിജയത്തിലേക്ക് എത്തും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ്. ആ പ്രതിഷേധ ശബ്ദം ശക്തമായിട്ട് രാജ്യത്ത് തുടരുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതുപോലെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ടും അഴിമതിക്കാർക്ക് വിറ്റ് കാശാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ്. 2014 ശേഷം ഇന്ത്യയിൽ 152-ലധികം ചോദ്യ പേപ്പറുകളാണ് ചോർന്നത്. ഇത് നേരിട്ട് ബാധിച്ചത് 7.5 കോടിയോളം വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ്. 152-ലധികം ചോദ്യ പേപ്പർ ചോർച്ച ഒരു സ്ഥലത്ത് പോലും അഡ്രസ് ചെയ്തായിട്ടില്ല. ഇല്ല, KSU നമ്മുടെ ലോകഭവനിലേക്ക് എത്ര മാർച്ച് നടത്തുന്നു? NSUവിന്റെ ബാനറിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ KSU അതിൽ കേരളത്തിൽ പങ്കാളികളാണ്. കേന്ദ്ര സർക്കാർ മേൽനോട്ടത്തിൽ നടത്തുന്ന പരീക്ഷകളുടെ പേപ്പറുകൾ ചോരുന്നു എന്ന് പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയും ചോർന്നു മാറിപ്പോകുന്നതും ഒക്കെ നിരവധിയായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഇതിന്റെ തനിപ്പതിപ്പാണ് നടക്കുന്നത്. PSCയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് കേരള ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതുമായിട്ട് സഹകരിക്കാൻ PSC തയ്യാറാകേണ്ടതായിരുന്നു. മറിച്ച് അവരെന്തോ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അന്വേഷണത്തിൽ നിന്ന് പിന്തിരിയാൻ, അന്വേഷണത്തെ ദുർബലപ്പെടുത്താൻ അവർ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമം നടക്കില്ല. ശക്തമായിട്ടുള്ള അന്വേഷണ നടപടികളിലൂടെ PSCയുടെ ക്രമക്കേടുകൾ തുറന്നു കാട്ടപ്പെടും.